ഹലോ ഗൈസ്. അപ്പോൾ ദുവ നല്ല സാഡായിരുന്നു പെറ്റിനെ കിട്ടാത്തതിൽ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അവൾക്ക് ഒരെണ്ണത്തിനെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊരു ബ്രീഡറെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഈവനിങ് ഒക്കെ ആയപ്പോൾ ആൾ പറഞ്ഞു ഞാൻ അവൈലബിൾ ആണ്, പെറ്റ്സ് ഉണ്ട്, വന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആൾക്ക് കുറേ കാറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ദുവാക്ക് ഈ ഒരു ഷെയ്ഡാണ് ഇഷ്ടമായത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കാറ്റിനെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തു. ദുവ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാറ്റിനെ കിട്ടിയപ്പോൾ. ഞങ്ങൾ ഈവനിങ് ഓൾറെഡി രാവിലെ ഇറങ്ങിയിരുന്ന കാരണം ഉറക്കമൊന്നും ശരിയല്ലാത്ത കാരണം ഈ പെറ്റിനെ വാങ്ങുന്ന സ്ഥലം വരെ എത്തുന്ന വരെ ദുവ കിടന്ന് ഉറങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇനിയിപ്പിച്ചിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാമെന്നാണ്. പക്ഷെ ഞങ്ങൾ വണ്ടി നിർത്തിയപ്പോഴത്തേക്കും മൂപ്പരാൾ എണീറ്റു. പെറ്റിനെ കിട്ടിയോട് കൂടിയിട്ട് ആൾ കംപ്ലീറ്റ് ആ ഒരു വിഷമമൊക്കെ മാറി ഭയങ്കര ഹാപ്പിയായി. കാരണം ആൾക്ക് കുറച്ച് വാശി കൂടുതലായിരുന്നു. കാരണം വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരുടെ കൂടെ അവൾ ഒറ്റയ്ക്കാണ്, അവൾക്ക് കളിക്കാൻ ആരുമില്ല. വീടാണെങ്കിലും ഇങ്ങനെ നമുക്ക് പുറത്തിറങ്ങി കളിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊന്നും അവൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പെറ്റിനെ കിട്ടുമ്പോൾ അവൾ കുറച്ചും കൂടി എൻഗേജ്ഡ് ആവും എന്നൊക്കെ ഉള്ളൊരു തോട്ടിലാണ് നമ്മളൊരു പെറ്റിനെ കൂടി വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചാൽ. ഞങ്ങൾക്ക് ഓൾറെഡി 2 കാറ്റ്സ് മുമ്പേ ഉണ്ടായിരുന്നു. 2 പേർഷ്യൻ കാറ്റ്സ് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ദുവാടെ പ്രഗ്നൻസി ടൈമിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് വന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ കാറ്റിനെ കൊടുത്തത് ആക്ച്വലി. കാരണം ഇതിൻ്റെ ഹെയറൊക്കെ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. പക്ഷേ ഇപ്പോൾ ഇവളുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു പെറ്റിനെ വാങ്ങിക്കൊടുക്കണം നന്നാന്ന് തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.